നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ടിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും തിങ്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സ്റ്റിൽ ലവ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറേ പേർക്ക് ഒരുപാട് പേർക്ക് നോ കോണ്ടാക്ട്സിലായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും. മേ ബി ഒരു 6 months മോർ ദാൻ ഉള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജീവിതത്തിലേക്ക് രണ്ടുപേരും തിരിഞ്ഞവരുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു പേഴ്സന്റെ ഓർമ്മകളെ മനസ്സിൽ വരുന്നുണ്ട് എങ്കിൽ നമുക്കൊന്ന് നോക്കാം, യൂണിവേഴ്സിനോട് ചോദിക്കാം, ആ ഒരു പേഴ്സണും നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പോഴും ആലോചിക്കുന്നുണ്ടോ, ലവ് ചെയ്യുന്നുണ്ടോ, ആ ഒരു സ്നേഹം ആ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്കായിട്ട് ഇപ്പോഴും മാറ്റിയിട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കോഴ്സ് ആ പേഴ്സണ് ഇപ്പോഴും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ, ഓർമ്മകൾ, ചിന്തകൾ ഒക്കെ ഉണ്ട്. കാരണം ആ ഒരു പേഴ്സൺ സ്വപ്നം കണ്ട് തുടങ്ങിയതെല്ലാം നിങ്ങളിലൂടെ ആയിരുന്നു. പല കാര്യങ്ങളും ആ ഒരു പേഴ്സന്റെ കരിയറുകൾ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോഷിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് ഭാവി ലൈഫുകളൊക്കെ ഒരുപാട് ആ ഒരു ലൈഫ് കാര്യങ്ങളൊക്കെ ആളൊരു ഒരുപാട് ചിന്തിച്ചതും കാൽക്കുലേറ്റ് ചെയ്തതും ആ ഒരു പേഴ്സന്റെ ലൈഫിനെ കുറിച്ച് എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒന്നൊരു ഡിസിഷൻ എല്ലാം എടുത്തത് നിങ്ങളിലൂടെ ആയിരിക്കണം. പക്ഷെ ആ ഒരു ഡിസിഷൻ അല്ല, അതുപോലെ അല്ല ഇപ്പോൾ എല്ലാം നടന്നത് എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ 5 of Swords വന്നിട്ടുണ്ട്. ആ ഒരു പേഴ്സൺ എവിടെങ്കിലൊക്കെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്, ഞാനിപ്പോൾ ഇവിടെ എത്തിയതിന്റെ മെയിൻ കാരണം നിങ്ങൾ തന്നെയാണെന്നാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിപ്പോൾ. എന്തൊക്കെയോ ആ ഒരു ലൈഫ് എന്തൊക്കെ വേറെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആ ഒരു പേഴ്സൺ സ്റ്റിൽ ദേ ആർ തിങ്കിങ് അബൌട്ട് യു. ആ ഒരു പേഴ്സന്റെ മനസ്സിലും ഇപ്പൊ പുറത്തിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ആരെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ പോലത്തെ ഒരു നിങ്ങളെ പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള സാഹചര്യങ്ങൾ, നിങ്ങളെ പെട്ടെന്ന് ഓർക്കുന്നതായിട്ടൊക്കെ ഈ ഒരു ഇതിൽ കാണുന്നുണ്ട്. ആ ഒരു പേഴ്സൺ തിങ്ക് ചെയ്യുന്നുണ്ട്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളെ പോലെയുള്ള ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഡ്രസ്സ് എടുക്കാനൊക്കെ പോണ ഒരു സിറ്റുവേഷൻ ആണെങ്കിലൊക്കെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുമ്പോൾ ആ ഒരു ഡ്രസ്സ്, നിങ്ങൾ ഇടാറുള്ള ടൈപ്പ് ഓഫ് ഡ്രസ്സൊക്കെ കാണുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, കുറേ പേർക്ക് ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് എനിക്കിവിടെ ന്യൂ ബിഗിനിങ് ആയിട്ട് കാണുന്നുണ്ട്. ദ ഫൂൾ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ന്യൂ ബിഗിനിങ് ആണ് അതിനെ പറയുന്നത്. പിന്നെ ഒരുപാട് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരു തിരിച്ചു വരാൻ പറ്റാത്ത ഒരു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയുമായിട്ട് കുറേയൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയോ ആ പേഴ്സൺ നേടുന്നുണ്ട്. പക്ഷെ ആ നേടുന്നതിൽ സന്തോഷമില്ല. എന്തൊക്കെ ആ ഒരു പേഴ്സൺ നേടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് പറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു പേഴ്സണ് ആ ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഹാപ്പി സന്തോഷമൊക്കെ കിട്ടുന്നത്. ആ ഒരു പേഴ്സൺ ഏൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു ഹാപ്പിനെസ് ആയിട്ട് ഞാൻ ഇവിടെ കാണുന്നില്ല. കാരണം അതൊന്നും നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവുമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് ആ നേടിയെടുക്കുന്നതിലൊന്നും ഒരു സന്തോഷമായിട്ട് എനിക്ക് കാണുന്നില്ല. കാരണം ആ ഒരു പേഴ്സന്റെ സന്തോഷവും സ്ട്രെങ്ത് എല്ലാം നിങ്ങളായിരുന്നു. അതായിരുന്നു ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഹാപ്പിനെസ് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ആ ഒരു പേഴ്സൺ ഈ എന്താ പറയാ ഇതിലൂടെയൊക്കെ ട്രൈ ചെയ്ത് മുന്നിലേക്ക് എത്തിയത്. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങളിപ്പോ രണ്ടുപേരും ഫസ്റ്റ് ആ മനുഷ്യന്റെ ആ ഒരു നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആ നിമിഷത്തിലൊക്കെ ആ ഒരു പേഴ്സന്റെ തോട്ട്സ് അതായിരുന്നു. നിങ്ങളുമായിട്ട് എല്ലാം ഷെയർ ചെയ്യുമ്പോഴാണ് ഒരു ഹാപ്പിനെസ്, സന്തോഷമൊക്കെ കിട്ടിയിട്ട് കാണുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഹാപ്പിനെസ്സിലല്ല. ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ഒരുപാട് പേർക്ക് എന്താ പറയാ ഒരു ബ്ലോക്കേജ് കാണുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള, ചിലപ്പോൾ മേ ബി വേറൊരു ജീവിതത്തിലേക്ക് പോയിട്ടുള്ളവരുണ്ടാവാം. ആ ഒരു ജീവിതത്തിൽ നിന്നും ഇനിയും തിരിച്ചൊരു വരവ് ഉണ്ടാവോ എന്നൊക്കെ ഉള്ള തിങ്ക് ചെയ്യുന്ന കുറെ പേരുണ്ടായിരിക്കാം. ഫാമിലി ഇഷ്യൂസ്, ഫാമിലി ഇൻവോൾവ് ആയിട്ട് കാണുന്നുണ്ട് ഇതിൽ കുറെ പേർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. ഇപ്പോൾ അയക്കുന്ന സാഹചര്യത്തിൽ കുറെ ഫൈറ്റിംഗ് എനർജീസ്, ആ ഒരു പേഴ്സൺ എന്താ പറയാ ഇപ്പോ ഫാമിലിയിലാണോ അല്ലെങ്കിൽ ജോബ് പരമായിട്ടാണോ കുറച്ചൊക്കെ ഒന്ന് ഫൈറ്റ് ചെയ്യുന്ന രീതിയിലും, അവരുടെ കൊളീഗ്സിനോടാണെങ്കിലൊക്കെ പോലും ഇത്തിരി ആർഗ്യുമെന്റ് നടന്നതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും പിന്നോക്കി നിങ്ങളിലേക്ക് വരാനായിട്ട് പെട്ടെന്ന് പറ്റുന്ന ഒരു അവസ്ഥയിലായിട്ടല്ല ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഒരു 2 of Swords ഉണ്ട്. രണ്ട്
ആ വ്യക്തിയുടെ മുമ്പിൽ രണ്ട് വഴി ഇപ്പം മുന്നിലേക്ക് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒന്ന് നിങ്ങളുടേതാണ്, മറ്റൊന്ന് ആയിരിക്കുന്ന അവരുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ രണ്ടിലേക്കും ആൾക്ക് പോകണമെന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഒരുപാട് എന്താ പറയാ, കുറച്ച് സമൂഹപരമായിട്ട് ആള് നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതൊക്കെ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരിക്കലും സോഷ്യലി നിങ്ങൾക്ക് ആം, ബാക്കിയുള്ളവരെ മുമ്പിൽ കൂടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എല്ലാവരും അറിയുന്ന രീതിയിലൊന്ന് ഈ ഒരു ബന്ധം കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. അങ്ങനെ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫോർ ഓഫ് പെൻഡിക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെ ആള് നേടുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് മനസ്സിൽ മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കൂടെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേഴ്സൺ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെയാണ് ഒരു ഹാപ്പി ഫാമിലി. ഇപ്പോൾ മാരീഡ് അല്ലാത്തവർക്ക് നിങ്ങളുടെ കൂടെ ആയിരുന്നു ഒരു ഹാപ്പി ഫാമിലി വേണമെന്ന് ആൾ ചിന്തിച്ചിരുന്നത്. ഇപ്പോഴും അത് ഇപ്പോൾ ഒരു ഫാമിലിയിൽ വേറെ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ഫാമിലി ആണെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ അത് ആ ഒരു ആൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഹാപ്പി ഫാമിലി ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ ഒരു തോട്ട്സ് ഇപ്പോഴും ആ ഒരു പേഴ്സൺ സ്റ്റിൽ നമ്മളുടെ ടോപ്പിക് എന്തായിരുന്നു, അവരിപ്പോഴും നിങ്ങളെ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി. ഇവിടെ യെസ് കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ഫോർ ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്, ആൻഡ് സെവൻ ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്. സെവൻ ഓഫ് വാൺസ് ഇത്, പിന്നെ ദ ഫൂൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്, ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഒന്ന് ചെറുതായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കും ആ ഒരു പേഴ്സണിന്റെ ഒരു ഓർമ്മകളൊന്നും ഒട്ടും വിട്ടുപോകുന്നതായിട്ട് കാണുന്നില്ല. ബിക്കോസ് ദേ ആർ തിങ്കിങ് ടു മച്ച് അബൌട്ട് യു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ ഒരു ചിന്തയിൽ നിന്നും ആ ഒരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ചിന്തയിൽ നിന്നും അങ്ങോട്ട് ആ ഒരു ചിന്തയുടെ ആ ഒരു വലയത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടും നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. ഓരോരോ സാഹചര്യങ്ങളും നിങ്ങൾക്കും ഇങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ, അയ്യോ ഞാൻ ആ ആളായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്ത നിമിഷങ്ങൾ, അങ്ങനെയൊക്കെ ഓരോ ചിന്തകളും നിങ്ങൾക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഈ പറയുന്ന പോലെ ഞാൻ എന്താ പറയാ, ആ ഒരു വ്യക്തികളെ നിങ്ങളെ ഇപ്പോഴും സ്റ്റിൽ ലവിങ് ആണെന്നുള്ളൊരു സൈനുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം. മേ ബി അയാളുടെ പേരുകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിടെയെങ്കിലും കാണുക, അല്ലെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് പറഞ്ഞു ചിരിച്ചിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും എവിടെയെങ്കിലൊക്കെ ഒന്ന് കാണാനോ കേൾക്കാനോ ഇടയാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ തന്നെ സൂക്ഷിക്കാം. എന്തെങ്കിലും കണ്ണിൽ തുടുപ്പുകൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഡ്രീം വരുന്നുണ്ടോ ഒക്കെ ഒന്ന് നോക്കുക. കാരണം ഒരു പേഴ്സൺ നമ്മളെ കുറിച്ച് അധികമായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മളിലേക്കും എത്തുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇപ്പോഴും തിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ വരാൻ പറ്റാത്ത സാഹചര്യവുമാണ്. നിങ്ങൾ ഒരുപാട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ആ സ്നേഹമാണ് ആ ഒരു പേഴ്സൺ ലൈഫിൽ ജെനുവിൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നതെന്നാണ് എനിക്കിവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴുള്ള സിറ്റുവേഷൻ ഓക്കെ ഓക്കെ ഓക്കെ, ഇതൊരു ലൈഫാണ്, ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു മട്ടില് എന്താ പറയാ, ഉരുളുമ്പ് അങ്ങോട്ട് ഉരുണ്ട് പോകാന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഓളത്തിൽ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിലായിരുന്നു ഒരു എന്താ പറയാ, ജീവൻ കൽപ്പിച്ചിരുന്നത്, ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നതും എല്ലാം നിങ്ങളുമായിട്ടാണ്. പക്ഷെ ആ ഒരു ഫീലിങ്സ്, ത്രില്ല് ഇപ്പോൾ ആ ഒരു പേഴ്സന്റെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നില്ല. ആ ഒരു പേഴ്സൺ സ്റ്റിൽ ദേ ആർ തിങ്കിങ് അബൌട്ട് ടു മച്ച്. അതൊക്കെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.